എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ആലുവ അദ്വൈതാശ്രമത്തിൻ്റെ നടയിലാണ്. മഹാഗുരു തൃപ്പാദങ്ങളുടെ സമാധി മണ്ഡപം പോലെ തന്നെ, ഏകദേശം സമാധി മണ്ഡപം പോലെ തന്നെ പടുത്തുയർത്തിയ ഒരു മണ്ഡപമാണിത്. ഈ മണ്ഡപത്തിൽ ധാരാളം ആളുകൾ എല്ലാ ദിവസവും വന്ന് പ്രാർത്ഥനകളും പൂജകളും വഴിപാടുകളൊക്കെ ചെയ്ത് നിത്യേന വരുന്നുണ്ട്. പല സ്ഥലങ്ങളിൽ നിന്നും, അതായത് കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആളുകൾ വരുന്നുണ്ട്. കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും വരുന്ന ആളുകൾ ഭക്തരായിട്ടുള്ള മനസ്സുകളോടുകൂടി വരുന്ന ആളുകൾക്ക് എല്ലാവർക്കും ഇവിടെ സായുജ്യമടയുവാനും അവരുടെ തൃപ്തികരമായ ജീവിതത്തിലേക്ക് അവരെ നല്ല രീതിയിൽ നയിക്കാനും ഗുരുവിൻ്റെ അനുഗ്രഹം ഇവിടെ നിന്നും ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും ധാരാളം നമുക്ക് കാണാൻ സാധിക്കും. ധാരാളം ഫലവൃക്ഷങ്ങളും സാധാരണ വൃക്ഷങ്ങളും എല്ലാം ഉണ്ട്. വൃക്ഷങ്ങളുടെ കടക്കിൽ തന്നെ പല രീതിയിലുള്ള മഹാഗുരുവിൻ്റെ വാക്കുകൾ, സദ്വചനങ്ങൾ ഇവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ പുതിയ മണ്ഡപം, ഗുരുവിനെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ഗുരുമണ്ഡപം ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ബലിപ്പുരയാണ് കാണുന്നത്. ദൂരെ നിന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ബലിപ്പുരയാണ്. ആ ബലിപ്പുര നമുക്ക് സാധാരണ ദിവസങ്ങളിൽ പിതൃ തർപ്പണം ചെയ്യുന്നതിന് വേണ്ടി സാധാരണ ആളുകൾ ഇവിടെ വന്നു പോകാറുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ദൈവദശകം ഇവിടെ ഒരു ഫലകം നമുക്കിവിടെ കുത്തിവെച്ചിട്ടുണ്ട്, നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ കാണുന്നത് ദൈവദശകം കുത്തിവെച്ചിട്ടിരിക്കുകയാണ്. അങ്ങനെ അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റോൺ ലെഡഡ് ബൈ ആരൊക്കെയാണ് ചെയ്ത്, അതുപോലെ തന്നെ എല്ലാ വിവരങ്ങളും ഇവിടെ കൃത്യമായിട്ട് ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ദിവസവും വന്ന് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഈ ഗുരുവിൻ്റെ മണ്ഡപത്തിൽ അദ്വൈതാശ്രമം സെലിബ്രേറ്റ് 2014-2015 എന്നുള്ള ബോർഡാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് നമുക്ക് ഈ ബോർഡിലൂടെ നമുക്ക് എല്ലാ വിവരങ്ങളും കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ഫലവൃക്ഷങ്ങളും അല്ലാതെ കൂടാതെ പലതരം ആയുർവേദ മരുന്നുകളുടെ അടങ്ങിയിട്ടുള്ള വൃക്ഷങ്ങളാണ് ഈ കാണുന്നത്. വൃക്ഷങ്ങളിൽ പല രീതിയിലുള്ള ബോർഡുകൾ, ഗുരുവിൻ്റെ സദ്വചനങ്ങൾ എല്ലാം കൃത്യമായിട്ട് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ പുതിയ ധർമ്മചൈതന്യ സ്വാമികൾ ഇവിടെ പഴയ ബിൽഡിങ്ങിൻ്റെ ഒരു ചെറിയ മുഖഭാവം മാറ്റിക്കൊണ്ട് പുതിയ രീതിയിൽ അത് ചെയ്തു വരുന്നുണ്ട്. കൂടാതെ ഇതുപോലെ തന്നെ ഒരു മണിമണ്ഡപം, അതായത് നമ്മുടെ മണിയടിക്കുന്ന ആ മണ്ഡപം ഇവിടെ പുതിയതായിട്ട് പണിത് വെച്ചിട്ടുണ്ട്. അത് നമ്മളുടെ ധർമ്മചൈതന്യ സ്വാമിയുടെ നേതൃത്വത്തിലാണ്. നമുക്ക് ഈ ബോർഡിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ബോർഡാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ബോർഡിൽ നിന്ന് നമുക്ക് സാധിക്കും വലിയ ഒരു മണി അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. മണി നമുക്ക് കാണാൻ സാധിക്കും. വളരെ മുകളിലായിട്ട് തന്നെ മണി സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ മണിമണ്ഡപം എന്നുള്ളത് മണിമന്ദിരത്തിനകത്ത് പാദരക്ഷകൾ ഉപയോഗിക്കുന്നതൊക്കെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ എല്ലാം പാലിച്ചുകൊണ്ട് തന്നെ ആളുകൾ ഇത് പെരിയാറിൻ്റെ മുൻവശത്തോട്ട് തിരിഞ്ഞു നിൽക്കുന്ന രീതിയിലാണ് മഹാഗുരുവിൻ്റെ മറ്റൊരു പ്രതിഷ്ഠ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ബലിയർപ്പിക്കാൻ വരുന്ന ആളുകൾക്ക് എല്ലാവർക്കും ബലിതർപ്പണം ചെയ്ത് മുങ്ങിക്കുളിച്ച് സായുജ്യമടയാനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. വലിയ വൃക്ഷങ്ങളെല്ലാം മഹാഗുരുവിൻ്റെ കാലത്തുള്ളതായിട്ടാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതുപോലെ തന്നെ ഈ വൃക്ഷം വളരെ വലിയ വൃക്ഷങ്ങളാണ്, ധാരാളം ഫലങ്ങൾ തരുന്ന വൃക്ഷങ്ങളാണിത്. അപ്പോൾ ഇതാണ് പുതിയതായിട്ട് പുതിയതെന്ന് വെച്ചാൽ കുറച്ച് നാളുകളായിട്ടുണ്ട് ചെയ്ത മഹാഗുരുവിൻ്റെ ഇത് നമുക്ക് കാണാൻ സാധിക്കും. മഹാഗുരുവിൻ്റെ വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് വളരെ അനന്തതയിലേക്ക് നോക്കി നിൽക്കുന്ന ആ നയനങ്ങളോടുകൂടിയ മഹാഗുരുവിനെ നമുക്ക് ഇവിടെ ദർശിക്കാൻ കഴിയും. അതുപോലെ തന്നെ ഹോമമണ്ഡപവും ഹോമപ്പുരയും എല്ലാം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതെല്ലാവരും ഇവിടെ ആലുവ അദ്വൈതാശ്രമത്തിൽ വന്ന് എല്ലാ ദിവസവും വന്ന് കുളിച്ചു തൊഴുന്ന ആളുകൾ ധാരാളമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാനിത് അറിയാത്തവർക്കായിട്ട് ഞാനിത് സമർപ്പിക്കുകയാണ്. അപ്പോൾ ഗുരുവിൻ്റെ മണ്ഡപത്തിൽ വന്ന് ഇവിടെ അദ്വൈതാശ്രമം സ്ഥാപിച്ച ഗുരുവിൻ്റെ പാഠശാല ആരംഭിച്ച ഗുരുവിൻ്റെ പാദസ്പർശമേറ്റ സ്ഥലത്ത് ആലുവ അദ്വൈതാശ്രമത്തിൽ വന്ന് എല്ലാവരും കണ്ട് വണങ്ങി പോകണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നതാണ്. ഓക്കെ, നമസ്തേ ഗുരുവും. മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയൊരു ദിവസം.